മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അത് നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കണം. കർത്താവായ യേശു മിശിഹ സദയം കർത്താവിൻ്റെ മക്കളെ നല്ലത് പഠിപ്പിക്കുകയും സത്യം എന്താണെന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം കർത്താവായ യേശു മിശിഹയ്ക്കുണ്ട്. കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരെ മാറ്റിവിടാനോ ശിഷ്യന്മാരെന്ന് അകന്നു പോകാൻ കർത്താവ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോഴും ശിഷ്യന്മാരോട് വഞ്ചിയിൽ കയറിക്കൊണ്ട് യാത്ര ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞു. മധ്യാഹ്ന സമയത്ത് അവർക്ക് ക്ഷീണമായി, കാറ്റ് പ്രതികൂലമാണെന്ന് മനസ്സിലായപ്പോൾ കർത്താവ് കടലിന് മീതെ നടന്ന് അവരിലേക്ക് എത്തി. കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകും. കർത്താവായ യേശു മിശിഹായുടെ രൂപാന്തരണ സമയത്തും ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവായ യേശു മിശിഹ ശിഷ്യന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് സത്യവും നല്ലതും അനുഗ്രഹവും അവർക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഏതാണ്ട് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പം ചിന്തിക്കാൻ പോകുന്നത്. ഈ നൊയമ്പ് സമയത്ത് നമ്മൾ എവിടെ പോയാലും കർത്താവായ യേശു മിശിഹായുടെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മളെ കർത്താവ് തനിച്ചാക്കത്തില്ല. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും എങ്ങനെ ആയാലും നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ, കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ കർത്താവ് നമ്മളെ തനിച്ചാക്കി എവിടം പോവില്ല. നമ്മളോടൊപ്പം തന്നെ കർത്താവ് ഉണ്ടാകും. ഒരു പക്ഷേ നൊയമ്പ് സമയത്ത് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും തനിച്ചല്ല. നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കർത്താവായ യേശു മിശിഹ നിൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടവും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നിന്നെ തനിച്ചു ഉപേക്ഷിച്ചു പോകേണ്ട കർത്താവല്ല. നിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കർത്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം ഏറ്റവും അധികം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഒരു കാര്യം, അത് മറ്റേതൊന്നുമല്ല, ഇത് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കാര്യമുള്ളൂ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 19 വരെ തിരുവചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹ എല്ലാ സമയത്ത് നമ്മളോടൊപ്പം തന്നെ നിലനിൽക്കുന്നു. ഏതവസ്ഥയിലും ഈശോ നമ്മളുടെ കൂടെ ഉണ്ട്. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കർത്താവായ യേശു മിശിഹ ഒരുപാട് നമ്മളെ സ്നേഹിക്കുകയും കർത്താവായ യേശു മിശിഹ ഒരുപാട് നമ്മളെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അത് മറ്റേതൊന്നുമല്ല. കർത്താവായ യേശു മിശിഹ ദൈവജനത്തെ സത്യം പഠിപ്പിച്ചു. സത്യം എന്തെന്നാൽ അത് മറ്റേതൊന്നുമല്ല. കർത്താവായ യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെടും, പടയാളികളുടെ കൈകളിൽ സമർപ്പിക്കപ്പെടും, അവരുദ്ധാനം ചെയ്യും, അവർ മരിക്കും, അവർ കർത്താവിനെ കൊല്ലും, അതിനുശേഷം കർത്താവ് ഉദ്ധാനം ചെയ്യും. അപ്പോൾ കർത്താവ് ഉദ്ധാനം ചെയ്യും എന്നൊരു വാക്യം നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് വന്നാലും അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ നിത്യജീവനിലേക്ക് ഉയർത്തും. ഇതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരും കർത്താവ്. ഈ പ്രശ്നത്തിനെല്ലാം നമ്മൾ പുറത്തേക്ക് കടന്നു വരും. നമ്മൾ ഒരുപാട് ദൈവിക കൃപയിൽ നമ്മൾ ജീവിക്കും. ഈ നോയമ്പ് കാലത്ത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. സങ്കടവും ദുഃഖങ്ങളും ഭാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങൾ എവിടെ പോയാലും കർത്താവ് കൂടെ ഉണ്ട്. ആ കർത്താവ് നിങ്ങളെ രക്ഷപ്പെടുത്തും. ആ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും. ലോകത്തിൻ്റെ പുറകെയല്ല, ദൈവത്തിൻ്റെ പുറകെ നടക്കാൻ വേണ്ടി പഠിക്കണം. ലോകം നിന്നെ ഉപേക്ഷിക്കും, ലോകം നിന്നെ ചതിക്കും, ലോകം നിന്നെ വഞ്ചിക്കും. പക്ഷെ നിരന്തരമായി ദൈവം നിന്നെ സ്നേഹിച്ചു ചേർത്ത് പിടിക്കും. ഈ നോയമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അധികം ഈശോയോട് ചേരുക, ഈശോയിൽ വിശ്വാസം സമർപ്പിക്കുക. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.